ജസ്റ്റ് ഇമാജിൻ, ഇന്ന് നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓരോ സ്റ്റുഡൻസിൻ്റെയും പേപ്പർ തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സൈറ്റിൽ കണ്ണും നട്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാക്ട്ലി ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് എന്താവും ഫീൽ ചെയ്യുക? എങ്ങനെ ഫീൽ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വളരെയധികം പ്രൗഡായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണോ, അതോ തലയും താഴ്ത്തി റിഗ്രറ്റ് ചെയ്തിരിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് നിങ്ങളെടുക്കുന്ന എഫേർട്ടാണ് നിങ്ങളുടെ ആ മൊമെൻറ്റ്സ് എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, പഠിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിസ്കംഫർട്ട് ടെമ്പററി ആയിട്ടുള്ള ഒന്നാണ്. അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആണ്, ഓവർവെൽമിംഗ് ആണ്, ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ തരിക കൂടി ചെയ്യും. പക്ഷേ ആ ഫീലിങ്സ് ഒക്കെ കടന്നു പോകും. പക്ഷെ ഒരിക്കലും കഴിഞ്ഞു പോകാത്ത ഒന്ന് എന്താണെന്നറിയോ? സാറ്റിസ്ഫാക്ഷൻ ആണ്. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുമ്പോഴും എടുത്ത എഫേർട്ടിന് നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോഴും ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു, ശ്രമിക്കാമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന റിഗ്രറ്റ്സും, അതും ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് ജസ്റ്റ് എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രമല്ല. പഠനം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എല്ലാം തരണം ചെയ്ത് എല്ലാം അക്കംപ്ലിഷ് ചെയ്ത നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഈ ഹാർഡ്ഷിപ്സ് എല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾ അവിടെ എത്തുന്നതും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് നേടുന്ന അറിവ് പരീക്ഷാ പേപ്പറിൽ ഉത്തരം എഴുതാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഡിസിപ്ലിൻ, റെസിലിയൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് എല്ലാം ബിൽഡ് ചെയ്യുക കൂടിയാണ്. ആൻഡ് ഈ ക്വാളിറ്റീസ് എക്സാംസ് എല്ലാം കഴിഞ്ഞു പോയാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. ഇതിനേക്കാൾ ഹാർഡായ സിറ്റുവേഷൻസ് നിങ്ങൾ ഓവർകം ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതിയ സിറ്റുവേഷൻസ് നിങ്ങളെ ഫേസ് ചെയ്തിട്ടില്ലേ? ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ചുവടുകളും, സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റ്സും, നിങ്ങൾ എഴുതുന്ന ഓരോ നോട്ട്സും നിങ്ങളെ സക്സസ്സിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോഗ്രസ് സ്ലോ ആണ് എന്നോ ഒന്നും നടക്കില്ല എന്നോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇറ്റ്സ് ആഡിങ് അപ്പ്. ഇനി എക്സാമിന് ശേഷമുള്ള നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങളെ ചുവരിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നും അല്ലേ? നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഫീലിംഗ്, ഡിസ്ട്രാക്ഷൻസോ സെൽഫ് ഡൗട്ടോ നിങ്ങളെ തളർത്തിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രയാകും? ഇന്ന് ഡിസിപ്ലിനായിട്ടിരിക്കുക, ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനാകും, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ദിസ് ഇസ് ഇൻ ജസ്റ്റ് അബൌട്ട് പാസിംഗ് ദി എക്സാം. ഇറ്റ്സ് അബൌട്ട് പ്രൂവിങ് ടു യുവർ സെൽഫ് ദാറ്റ് യു ആർ കാപ്പബിൾ ഓഫ് മോർ ദാൻ യു തിങ്ക്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിയാണ് ഇപ്പോൾ എഴുതുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിർമ്മിക്കുന്നത്. സോ അത് മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ആക്ച്വലി നിങ്ങൾ പേപ്പറിൽ എഴുതുന്ന ഒരു ടെസ്റ്റ് മാത്രമല്ല, മറിച്ച് എക്സാംസ് ഒരു കീ ആണ്. ആൻഡ് ഈ കീ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുന്ന വാതിലിൻ്റെ അപ്പുറത്തുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ജീവിതമാണ്, നിങ്ങളുടെ ഡ്രീംസ് ആണ്, നിങ്ങളുടെ അംബീഷൻസ് ആണ്. ഈ എക്സാം നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനോ വഴി തടസ്സപ്പെടുത്താനോ അല്ല, മറിച്ച് അത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സ്കിൽസ് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കൊണ്ട് എന്തെല്ലാം സാധിക്കും എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കാനായിട്ട് ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അക്കാഡമിക്സിനപ്പുറം നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചസ് ഹാൻഡിൽ ചെയ്യാൻ കൂടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. എക്സാംസ് നിങ്ങളുടെ നോളജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡിസിപ്ലിൻ, ഫോക്കസ്, ടഫസ്റ്റ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ കഴിവ് എന്നിവയും കൂടിയാണ്. ഇവയെല്ലാം ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസാണ്. ഇനി എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് കടന്നു ചെല്ലുന്ന വാരിയറായിട്ട് സ്വയം സങ്കല്പിക്കുക. പേടിയും സ്ട്രെസ്സും കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. പക്ഷേ ഓർക്കുക, നിങ്ങൾ ഈ മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ എത്രയും ദിവസം പഠിക്കാനായിട്ട് ചിലവഴിച്ച സമയമാണ് നിങ്ങളുടെ പരിച. നിങ്ങളുടെ കഴിവിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ആയുധം. സാഹചര്യം എന്തും ആയിക്കോട്ടെ, ദിസ് ഈസ് ഇൻ അബൌട്ട് പെർഫെക്ഷനിസം, ഇറ്റ്സ് അബൌട്ട് ഗിവിങ് യുവർ ബെസ്റ്റ് ഷോട്ട്. വിജയം എന്ന് പറയുന്നത് എക്സാമിൽ പാസ്സാവലും മാത്രമല്ല, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കലാണ്. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കലും കൂടിയാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മുന്നോട്ട് പോവുക. കാരണം ഇറ്റ്സ് എ സ്മോൾ ബട്ട് സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് പ്രൂവിങ് ടു യുവർ സെൽഫ്. ഓരോ പരീക്ഷയും ഓരോ എഫേർട്ടും സ്ഥിരോത്സാഹത്തോടെ ഓരോ നിമിഷവും നിങ്ങളുടെ ഭാവിയുടെ അടിത്തറയാണ് സൃഷ്ടിക്കുന്നത്. സോ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് സ്വയം റിമൈൻഡ് ചെയ്യുക, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വെറും എക്സാം അല്ല. ഐ ആം റെഡി ഫോർ ദി നെക്സ്റ്റ് ചാപ്റ്റർ. ഐ ആം റെഡി ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ വാണ്ട് ആൻഡ് നത്തിങ് വിൽ ഹോൾഡ് മീ ബാക്ക് എന്ന് നിങ്ങളോടും ലോകത്തോടും ബോധ്യപ്പെടുത്തുകയാണ്.